ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് ഈ കുറച്ച് കാർഡ്ബോർഡ് കൊണ്ട് ഒരു ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ് ഉണ്ടാക്കിയാലോ. ശരിക്കും പറഞ്ഞാൽ അത് ഈ ഒരു വലിയ പീസ് കാർഡ്ബോർഡ് മതി, മറ്റേതിൻ്റെ ആവശ്യം അങ്ങനെ വരില്ല. അപ്പോൾ ഈ ഒരു കാർഡ്ബോർഡ് ഉണ്ടെങ്കിൽ നമുക്കൊരു അടിപൊളി ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ വൈറ്റ് പെയിൻറ്റ് ബേസായിട്ട് അടിച്ചു കൊടുക്കണം. ബേസായിട്ട് അടിച്ചു കൊടുക്കുന്നത് കുറച്ച് വൃത്തിക്ക് പുറമേ ഇരിക്കുന്ന പെയിൻറ്റ് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് കുറച്ച് കൂടുതൽ വെള്ളത്തിൽ ചേർത്ത് അടിച്ചു കൊടുത്താൽ മതി. ഭയങ്കര ഭംഗിക്കൊന്നും വരണമെന്നില്ല. പുറമെ നമ്മൾ വേറെ പെയിൻറ്റ് അടിക്കുമല്ലോ, അപ്പോൾ അതൊന്ന് അടിച്ചെടുക്കാം. അങ്ങനെ ഞാൻ ഈ ഒരു ഷെയ്ഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇങ്ങനെയൊന്നുമല്ല, നല്ല വൃത്തിക്ക് അടിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ വീഡിയോയിൽ ഷെയ്ഡ് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ അടിച്ച്. അപ്പോൾ നല്ലപോലെ അടിച്ചെടുക്കാം. അങ്ങനെ ഞാൻ കുറച്ച് ബോണ്ട് പേപ്പർ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനൊരു ഫ്രെയിം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഈ ഫ്രെയിമിൻ്റെ സൈസൊക്കെ അനുസരിച്ചാണ് ആ പേപ്പർ ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഫ്രെയിമിൽ കയറ്റാവുന്ന വലിപ്പത്തിൽ. ഇത് ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ബോണ്ട് പേപ്പറാണ്. അത് ഞാൻ കുറച്ച് ഡിസൈനൊക്കെ ചെയ്ത് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. അത് എന്താ ചെയ്തതെന്ന് വെച്ചാൽ ചുറ്റും വാട്ടർ കളർ വെച്ചിട്ടൊന്ന് പിങ്ക് കളർ ചെയ്ത് കൊടുത്ത്, പിന്നെ അതിൽ കുറച്ച് ബുള്ളറ്റ്സ് ഇട്ട് ലൈൻസും വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു 6 എണ്ണം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മൾ നേരത്തെ കളർ ചെയ്ത് വെച്ചിരുന്ന കാർഡ്ബോർഡ് പീസ്. അതിൽ ഞാൻ 2 ഷെയ്ഡ് മിക്സ് ആക്കിയ പോലെയാണ് അടിച്ചു വെച്ചിരിക്കുന്നത്. ഈ ഫ്രെയിം ഞാൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് 4 സൈഡും ഗ്യാപ്പ് വരുന്ന രീതിയിൽ ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചിട്ടാണ്. പിന്നെ ബാക്കിലൊരു പേപ്പർ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ വീഡിയോ ഞാനിത് എങ്ങനെ റെഡിയാക്കുന്ന കുറേ ആലോചിച്ചാണ് റെഡിയാക്കിയത്. അപ്പോൾ എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഇതിൻ്റെ വീഡിയോ വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞാൽ മതി, ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഈ തെർമോക്കോൾ ബോൾ വെച്ചിട്ട് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെയല്ല, ഇങ്ങനെയാണ് അത് ഒട്ടിക്കേണ്ടത്. ഇനി നിങ്ങളുടെ കയ്യിൽ തെർമോക്കോൾ ബോൾസ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ കാർഡ്ബോർഡിൽ അടിച്ചിരിക്കുന്ന കളറിന് മാച്ചായിട്ടുള്ള ബീഡ്സ് എന്തെങ്കിലും ഒട്ടിച്ചു കൊടുത്താലും മതി. ഇനി ബീഡ്സും ഇല്ലെങ്കിലും വിഷമിക്കേണ്ട, അതിലൊന്ന് ജസ്റ്റ് നിങ്ങൾ പെയിൻ്റൊക്കെ ചെയ്ത് ഭംഗിയാക്കി കൊടുത്താലും മതിയേ. ഇങ്ങനെ ഒരു പേപ്പർ പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു മിനി കലണ്ടർ ഉണ്ടാക്കാനാണ്. അപ്പോൾ ഇത് സ്കൂൾ തുറന്നു കഴിയുമ്പോൾ ആവശ്യമുള്ളതായതുകൊണ്ട് തന്നെ ഞാൻ ജൂണിലെ കലണ്ടറാണ് സെറ്റാക്കിയിട്ടുള്ളത്. ജൂൺ കഴിയുമ്പോൾ നമുക്കത് പറിച്ച് കളഞ്ഞിട്ട് ജൂലൈയിൽ ഒട്ടിക്കാം. അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ ഈ ഫ്രെയിം ഒരു സൈഡിൽ, പിന്നെ അപ്പുറത്ത് ഒരു സൈഡിലായിട്ട് കലണ്ടർ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഇതൊരു മെമ്മോയാണല്ലോ ഉദ്ദേശിച്ചത്. അപ്പോൾ മെമ്മോയെന്ന് എഴുതി ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫസ്റ്റ് ഞാൻ വിചാരിച്ച് ഇവിടെ ഈ ഒരു സൈഡിലായിട്ടൊക്കെ ഒന്ന് ഫ്രെയിം സെറ്റ് ചെയ്യാമെന്നാണ്. അതാണ് ഞാൻ വെച്ച് നോക്കിയത്. പിന്നെ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇനി ഇതൊന്നെടുത്തിട്ട് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതേപോലത്തെ ഒരു ബോക്സ് എടുക്കാം. ഇതേപോലത്തെ അഡാപ്റ്ററിൻ്റെ തന്നെ വേണമെന്നില്ല, എന്തെങ്കിലും ഒരു ബോക്സ് മതി. ട്രാൻസ്പെറൻറ്റ് കിട്ടിയാൽ അത്രയും നല്ലത്. ഞാൻ കുറേ തപ്പി നടന്നു, പക്ഷേ കിട്ടിയില്ല. അവസാനം ഇത് മാത്രമേ കിട്ടിയുള്ളൂ. പക്ഷേ ഇത് ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നേ. അപ്പോൾ ഇത് ഒരു ബ്ലേഡോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഒന്ന് മുറിച്ചെടുക്കാം. അതങ്ങനെ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൈഡിലൊക്കെ കുറച്ച് ചെറിയതായിട്ടൊക്കെ ഒന്ന് നീണ്ടു നിൽപ്പുണ്ട്. അതുണ്ടെങ്കിലും കുഴപ്പമില്ല. വേണമെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്നുകൂടെയൊക്കെ ഒന്ന് നീറ്റാക്കി എടുക്കാം. ഇനി നമുക്ക് ആവശ്യം കുറച്ച് കളർ പേപ്പറാണ്. അതിൽ പിങ്ക് ഉണ്ടോ എന്ന് ഞാൻ തപ്പി. ഏകദേശം അതിനോട് മാച്ച് വരുന്ന, വീഡിയോയിൽ പിങ്ക് പോലെയൊക്കെ തോന്നിക്കുന്നുണ്ടെങ്കിൽ ഇത് റെഡ് കളറാണ്. എന്നാലും ഇതിന് കുഴപ്പമില്ല എന്ന് തോന്നി. ഞാനതുമായിട്ടൊക്കെ ഒന്ന് വെച്ച് നോക്കിയപ്പോൾ അതെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആ ബോക്സ് ഒന്ന് കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒന്ന് കവർ ചെയ്തെടുക്കാം. ഇങ്ങനെയാണ് ഞാൻ ഫുള്ള് കവർ ചെയ്തിട്ടുള്ളത്. അകത്ത് കവർ ചെയ്യേണ്ട, പുറത്ത് മാത്രം കവർ ചെയ്താൽ മതി. പിന്നെ അതിൻ്റെ ബാക്ക് സൈഡും കവർ ചെയ്യേണ്ട, അവിടെ നമുക്ക് ഒട്ടിക്കാനുള്ള വശമാണ്. അപ്പോൾ ബാക്കി എല്ലാ സൈഡും അടിവശമൊക്കെ കവർ ചെയ്യുക, ബാക്ക് സൈഡ് മാത്രം കവർ ചെയ്യേണ്ട. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ടു ഡു ലിസ്റ്റിൻ്റെ സാധനവും പിന്നെ ആ ഫ്രെയിമും കാലണ്ടറും എല്ലാം കൂടി ആ മെമ്മോ പാഡിലേക്ക് നമുക്ക് ഒട്ടിച്ചെടുക്കാം. അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വൃത്തിക്കൊക്കെ ഒട്ടിക്കാം. നമ്മുടെ മെമ്മോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഓരോ പേപ്പറും ഇതേപോലെ മുകളിലും താഴത്തേക്ക് കയറ്റി വയ്ക്കാവുന്നതാണ്. 1 മാസം കഴിയുമ്പോൾ മാറ്റണമെങ്കിൽ നമുക്ക് മാറ്റുകയും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ മെമ്മോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്.